റഷ്യയുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപ്. അതിനായി യുക്രൈനെയും സെലൻസ്കിയെയും തള്ളിപ്പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞു. പുടിനെ ഫോണിൽ വിളിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥനായി. ഏറ്റവും ഒടുവിൽ പകരം തീരുവ ചുമത്തിയപ്പോൾ പോലും ട്രംപ് റഷ്യയെ ഒഴിവാക്കി. റഷ്യയെപ്പോലെ ഒരു കരുത്തനെ കൂടെ കൂട്ടുന്നതാണ് ആശ്രിതരായ യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ ലാഭകരമെന്ന് ബിസിനസ്സുകാരനായ ട്രംപിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ പുടിന് ട്രംപിനേക്കാൾ ബുദ്ധിയുണ്ട്. ട്രംപിന്റെ ചതിക്കുഴിയിൽ വീഴാൻ മാത്രം മണ്ടനല്ല പുടിൻ എന്നർത്ഥം. ഇപ്പോഴിതാ റഷ്യയുടെ പ്രഖ്യാപനം ശരിക്കും ട്രംപിനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാവാം. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ അടുത്തിടെയാണ് അമേരിക്ക നേരിട്ടിടപെട്ടത്. യമനിൽ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചായിരുന്നു അമേരിക്ക ആക്രമണം തുടങ്ങിയത്. ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളാണ് ഹൂതികളും ഹിസ്ബുള്ളയുമെല്ലാം. ഹൂതികളെ ആക്രമിക്കുന്നത് പരോക്ഷമായി ഇറാനെ ആക്രമിക്കുന്നത് പോലെയാണ്. പിന്നാലെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇറാൻ രംഗത്തു വന്നു. അടിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ആക്രമണത്തിന് ആണവായുധം സ്വന്തമാക്കാനും പോലും മടിക്കില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് തുടരുന്നതിനിടെയാണ് റഷ്യയുടെ പ്രസ്താവന എത്തിയത്. അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുടിൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചേക്കും എന്ന ആശങ്കകൾക്കിടയിലാണ് ഇറാനുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന റഷ്യ പ്രതികരണവുമായി എത്തിയത്. ഇറാനെതിരെയുള്ള ഏതൊരു സൈനിക നടപടിയും നിയമവിരുദ്ധവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മറിയ സഖറോവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുന്നത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നത്. സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള അവകാശം ഇറാനുണ്ടെന്നും റഷ്യ പറഞ്ഞു. യുഎസിനും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത റഷ്യ പ്രകടിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ശക്തമായ താക്കീതുമായി ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന താക്കീതാണ് ഇറാൻ നൽകിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന മിലിറ്ററി അഡ്വൈസർ മേജർ ജനറൽ യഹിയ റഹീം സഫാവിയാണ് പ്രതികരണവുമായി എത്തിയത്. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണ പദ്ധതിയായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 തുടങ്ങാൻ ഇറാൻ ഒരുക്കമാണെന്നും യഹിയ റഹീം സഹാവി വ്യക്തമാക്കി. തന്ത്രപരമായൊരു പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞെന്നും നടപ്പിലാക്കാൻ കാലതാമസം ഉണ്ടാകുന്നതാണെന്നും സഭാവി അവകാശപ്പെട്ടു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സഭാവി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും സഭാവി രൂക്ഷമായി വിമർശിച്ചു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് ട്രംപിനെ ഭ്രാന്തനെന്നാണ് സഭ വിശേഷിപ്പിച്ചത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ എയറോസ്പേസ് ഡിവിഷൻ ഒരു ഹിഡൻ മിസൈൽ മെഗാസിറ്റി ഒരുക്കിയെന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വന്നിരുന്നു. ആയിരക്കണക്കിന് സർജിക്കൽ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കുന്ന വിശാലമായ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോയും വിവിധ ഇറാൻ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഉരുക്കുമുഷ്ടി മുമ്പത്തേക്കാൾ വളരെ ശക്തമാണെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഓപ്പറേഷൻ 2 പ്രോമിസ് 2 സമയത്ത് വിന്യസിച്ചതിനേക്കാൾ 10 ഇരട്ടി ശക്തമായ സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഇതിനോടകം സജ്ജമാക്കിയെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1ഉം 2ഉം ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു. നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് പ്രകടമാക്കിയിരുന്നു.